ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുതിയിട്ടാണ്. 2 ദിവസം കഴിച്ചില്ല. ഒരു ദിവസം കഴിച്ചില്ല. ഇന്ന് പിന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നേരത്തെ എഴുതിയിട്ടാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഡാഡി പോയി കഴിച്ചു എന്ന് തോന്നുന്നു. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ടോട്ടൽ ഫുഡ് വ്ളോഗ് ആയിരിക്കും. ഹൗ ഗുഡ് ഇസ് ദ ഫുഡ് എന്ന്. പക്ഷേ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ലാസ്റ്റ് പറയാം. ആൻഡ് ഇപ്പം ഭയങ്കര ഫസ്റ്റ് ഡേ ഒക്കെ ലൈക്ക് പറഞ്ഞു ഭയങ്കര ക്രൗഡായിരുന്നു, ഒട്ടും എൻജോയബിൾ അല്ലായിരുന്നു, ഒട്ടും വെൽ മാനേജ്ഡ് അല്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം തൊട്ട് അവർ 2 റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കി. സോ ഐ തിങ്ക് ദ സിറ്റുവേഷൻ ഇസ് ബെറ്റർ. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. വേദ കൊണ്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇപ്പം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനില്ല. ഇങ്ങനെ ഇന്ററാക്റ്റീവ് സ്കിൽസ് കുട്ടികൾക്ക് വരാനായിട്ട് വേദ ഇവിടെ വരുമ്പോൾ എന്തൊരു ഡിഫറെൻറ്റ്, എന്തൊരു ഹാപ്പിയാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇന്ററാക്റ്റീവ് സ്കിൽസ്, ലൈഫ് സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരു ഏജൻസി, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടെയിൽ ടെല്ലേഴ്സ് ജൂനിയർ എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മിഷനും കേരള സ്റ്റാർട്ടപ്പ് മിഷനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ എറണാകുളത്ത് കിങ്ഫ്ര പാർക്കിലാണ് അവരുടെ ഓഫീസ്. ആൻഡ് വെരി സിമ്പിൾ, അവർ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട ലൈഫ് സ്കിൽസ് ആണ്, വിച്ച് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേസ് ടൈംസ്. ആൻഡ് അത് കിട്ടാനും പാടാണ്. ഇപ്പോഴത്തെ ഒരു കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് ഇൻട്രാക്ഷനൊക്കെ ആൾക്കാർക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുള്ളത്, എസ്പെഷ്യലി കുട്ടികൾക്ക്. അപ്പോൾ ഈ ടെയിൽ ടെല്ലേഴ്സ് ജൂനിയർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ലൈഫിൽ വേണ്ട സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, നെറ്റ്വർക്കിംഗ്, ലീഡർഷിപ്പ് സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ഈവൻ ബേസിക് മണി മാനേജ്മെന്റ് സ്കിൽസ്, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ബെസ്റ്റ് പാർട്ട് വെച്ചാൽ ഇവർക്കൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണ്, അല്ലാതെ ഒരു മാസം വന്ന് പഠിച്ചു പോകുന്ന ആ ഒരു രീതിയല്ല. സബ്സ്ക്രിപ്ഷൻ ബേസ് സോ ദാറ്റ് ആ കുട്ടികൾക്ക് ആ ഒരു കൾച്ചർ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഞാൻ പറയുന്ന പോലെ സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വേദുവിന് ഷിപ്പി വന്നിട്ട് ഒരു 3 ദിവസത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ ദേ ആക്ച്വലി ക്രിയേറ്റ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം വേർ കിഡ്സ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഇവിടുത്തെ ഉള്ള കുട്ടികൾക്ക് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ആൻഡ് അത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ശരിക്കും ഞാൻ ഈ ക്രൂസിൽ വന്നപ്പോഴാണ് ഇപ്പം വേദം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ ശരിക്കും മനസ്സിലാവുന്നത്. ആൻഡ് വേറെ ഇവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കംപ്ലീറ്റ് ഒരു ക്ലാസ് റൂം അപ്രോച്ചാണ്, ശരിക്കും റിസർച്ച് ബേസ്ഡ് അപ്രോച്ചാണ് ഇവർ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് ചിൽഡ്രൻസ് ആർ നോട്ട് ഫോഴ്സ്. നിങ്ങൾ പാരൻസ് ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. ദേ ലവ് ദ കോഴ്സ് സോ മച്ച് ദാറ്റ് ദേ ഓട്ടോമാറ്റിക്കലി അറ്റൻഡ് ക്ലാസ്സസ്. ആൻഡ് ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഓഫർ റണ്ണിങ് ആണ്. അറൌണ്ട് 499 റുപ്പീസേ ഉള്ളൂ അവരുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. ഒരാഴ്ചത്തേക്കും കണ്ട് റണ്ണിങ് ആണ്. ജസ്റ്റ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഐ എം ഷുവർ യുവർ കിഡ്സ് വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ്. ഇവരുടെ കോൺടാക്ട് യു ക്യാൻ കോൾ ദം, വാട്സാപ്പ് ദം, ഓർ നിങ്ങൾ അടി കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ടെല്ലേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ വേണ്ടപ്പെട്ടതും പക്ഷേ അത്യാവശ്യം ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സ്കിൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ലൈഫ് സ്കിൽസ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക. യുവർ കിഡ്സ് വിൽ ബെനിഫിറ്റ് ഫ്രം ഇറ്റ് ആൻഡ് യു വിൽ ഓൾസോ ബി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ആൻഡ് ഇവരുടെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എല്ലാം ഫ്രം ഹോൾ ഓവർ ദി വേൾഡ് ആണ്. ഈവൻ ഫ്രം ദി US ആൻഡ് ഓൾ ദേ ഹാവ് ദ ടീച്ചേഴ്സ്. സോ അതൊക്കെ ഡെഫിനറ്റ്ലി ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഈ റെസ്റ്റോറൻറ്റ് 4th ഫ്ലോറിലാണ്, എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ ക്രൂസ് റെസ്റ്റോറൻ്റ് ആണ്. മുകളിലത്തെ റെസ്റ്റോറൻറ്റ് ഒരു ഫുഡ് കോർട്ട് ഫീൽ ആണെങ്കിൽ ഇത് പ്രോപ്പർ ശരിക്കും ഒരു ഭയങ്കര രസമില്ല, ഒരു ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഓഷ്യൻ വ്യൂ ഒക്കെ കിട്ടും അറ്റത്തിരുന്ന് കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ സെൽഫ് സർവീസ് ആണ്. മുകളിലാണെങ്കിൽ ആക്ച്വലി നമുക്ക് അവർ സെർവ് ചെയ്ത് തരും. ഇവിടെ ആകുമ്പോൾ സെൽഫ് സർവീസ് ആണ്, തിരക്കധികം ഇല്ല. കണ്ടാ, സോ ഇറ്റ് ഇസ് വെരി പ്ലസൻറ്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇഡ്ലി സാമ്പാറുണ്ട്, ഇഡ്ലി വട, പിന്നെ ഷേറ അതെന്താണെന്നറിയില്ല, മസാല ഊത്തപ്പം, ചോക്ലേറ്റ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, ജാം, ചോല കടലയുണ്ട്, ബേക്ക്ഡ് ബീൻസ് ഉണ്ട്, ടൊമാറ്റോ, ഹാഷ് ബ്രൗൺസ്, പിന്നെ ഒരു പൊറോട്ട, പോഹ. അതല്ലാതെ കുറച്ച് ബ്ലൂബെറി പാൻ കേക്ക്സ് ഉണ്ട്, എഗ്സ് ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, സോസേജസ് ഉണ്ട്. ഇതല്ലാതെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ആൻഡ് ബ്രെഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ്, സിനമൺ റോള്, ബനാന വാൾനട്ട് കേക്ക്, മഫിൻസ്, ഡാനിഷ്, ചീസ്, സലാമി, ചിക്കൻ സലാമി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് കുറേ ടൈപ്പ്, പിന്നെ കുറേ ടൈപ്പ് അച്ചാറുകളുണ്ട്, സാമ്പാർ, ചട്നീസ് ഉണ്ട് 2 ടൈപ്പ്, ആൻഡ് കുറച്ച് തൈരും കുറേ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു സ്പ്രെഡ് തന്നെയാണ്. ഇനി ടേസ്റ്റ്, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ. ഡാഡി ഗുഡ് മോർണിംഗ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റതാ. ഡാഡി കറക്റ്റ് എഴുന്നേറ്റല്ലേ? 6:30 മണി. എന്നിട്ട് നടന്നോ? എവിടെ? ഡെക്കി തന്നെയോ?
നമ്മുടെ വരാന്ത തന്നെ നടന്നു. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ് ജിമ്മിൽ പോകണം. അപ്പോൾ ഡാഡി സൗത്ത് ഇന്ത്യനിലാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? അത്യാവശ്യം നല്ലതല്ലേ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഫസ്റ്റ് റൗണ്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പൊറോട്ട, ചോല, ഡോക്ല, ഷീഷ എന്നൊരു സാധനം കഴിച്ചിട്ടാണ് ഡാഡി. ഭയങ്കര നല്ല മധുരമാണ്. പിന്നെ ഇഡ്ഡലി, പോഹ. അതിലൂടെ കുറച്ച് കപ്പ് യോഗേർട്സ് ഉണ്ട്. ഇത് പ്രിയയ്ക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാനാണ്. ഒരെണ്ണം ഞാൻ കഴിക്കും. ആപ്പിൾ ജ്യൂസ്. ഈ ഡോക്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നല്ല കടലമാവിൻ്റെ ടേസ്റ്റ്, ചെറിയ മധുരം, കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ട്, പക്ഷെ വെരി നൈസ്. ഡാഡി ഡോക്ല അടിപൊളിയാണ്. ഇഡ്ഡലി കുറച്ച് ഹാർഡാണ്. ടേസ്റ്റ് നോക്കട്ടെ. ഇത് ടൊമാറ്റോ ചട്നി, സാമ്പാറൊക്കെ ഉണ്ട്. ഇഡ്ഡലി മോശം ഡാഡി. കഴിച്ചില്ല അല്ലേ? ഇഡ്ഡലി വളരെ മോശമാണ്. ഇഡ്ഡലി ആക്ച്വലി ഒരു പൊടി പോലത്തെ ഒരു ഫീലിങ്ങും ആ സമയത്ത് ഒരു ഇത് കണ്ട ഇങ്ങനെ ഒരു മാവല്ല പൊടിയോ ചേർക്കുന്നത്. അതുകൊണ്ട് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു വേവാത്തൊക്കെ ഒരു ഫീലിംഗ് ആൻഡ് ഹാർഡുമാണ്. സോ ഇഡ്ഡലി ഈസ് വെരി ബാഡ്. ഇനി പൊറോട്ട നോക്കട്ടെ. പൊറോട്ട നല്ല ഗോതമ്പിന് തന്നെയാണ്. കടലേ കുഴപ്പമില്ല. ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഒരു ചോല ഭട്ടൂരയുടെ ഒക്കെ കൂടെ കിട്ടുന്ന പോലത്തെ ഒരു കറി. പോഹ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ അവലാന്ന് തോന്നുന്നു. അത് എനിക്കിഷ്ടമുള്ളൊരു സാധനം. കപ്പലണ്ടിയൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു ടേമറിക്കും ചെറുതായിട്ടൊരു സ്പൈസിനെസ് ഒക്കെ വെച്ച് എനിക്ക് ഇതിലൂടെ പഞ്ചസാര ഇട്ട് കഴിക്കാം. നമ്മുടെ ഉപ്പുമ കഴിക്കില്ല, അതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോഹയും നല്ല വെരി ടേസ്റ്റി. പോഹല്ല. ഇനി ഈ സാധനം ശീർഷാന്ന് കണ്ടു പറഞ്ഞ സാധനം. ഓ ഡാഡി, എന്നിട്ട് കേസരിയുടെ ടേസ്റ്റ്. മധുരമുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ആദ്യമായിട്ട് കഴിക്കുന്നത് ശരിക്കും കേസരി കഴിക്കുന്ന രീതി. പഞ്ചാബി കേസരി എന്ന് വേണമെങ്കിൽ പറയാം. കിസ്മിസ് ഒക്കെ ഉണ്ട്, കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റ്. ദിസ് ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് പ്രോബബ്ലി ഇൻ ദ ബ്രേക്ക്ഫാസ്റ്റ്. മധുരം കൂടെ ആയതുകൊണ്ടായിരിക്കുക. പാൻ കേക്ക് എനിക്കൊന്ന് ബ്ലാക്ക് കറണ്ട് ചോക്ലേറ്റ് ചിപ്പ് പാൻ കേക്ക് വിത്ത് സം മേപ്പിൾ സിറപ്പ് ഉണ്ട്. മേപ്പിൾ സിറപ്പ് സെപ്പറേറ്റ് അടിക്കാം. ഓംലെറ്റ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. എനിക്ക് അങ്ങനെ പൊതുവെ താല്പര്യമില്ല. ഫ്രഷാണ് താല്പര്യം. പിന്നെ സോസേജസ് ലുക്ക് വെരി ഓയിലി. ടേസ്റ്റ് വൈസ് കുഴപ്പമില്ലാന്നേ ഉള്ളൂ. നോട്ട് ബാഡ്, നോട്ട് ഗുഡ്. ഭയങ്കര ഓയിലിയാണ്. അങ്ങനെ അടിപൊളി ക്വാളിറ്റി സോസേജസ് ഒന്നുമല്ല. ഭയങ്കര ഉപ്പുണ്ട്. ഭയങ്കര ഒരു പ്രോസസ്ഡ് ഫീലിംഗ് തന്നെയാണ്. പ്രോസസ് ഫുഡ് ആണെങ്കിലും ഭയങ്കര ഒരു പ്രോസസ് മീറ്റിൻ്റെ ഫീലിംഗ് ആണ്. ഓക്കെ. ആൻഡ് പാൻ കേക്ക് മിക്കവാറും വേദുവിന് ഇതായിരിക്കാം കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റിന്. പാൻ കേക്ക് വിത്ത് മേപ്പിൾ സിറപ്പ്. അത് കൊള്ളാം, അത് ഇഷ്ടപ്പെടും. നൈസ് സോഫ്റ്റ് ഫ്ലഫി പാൻ കേക്ക്, നല്ല മധുരമുള്ള മേപ്പിൾ സിറപ്പ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. പാൻ കേക്ക് ഇസ് റിയലി ഗുഡ്. കാരണം ഞാൻ ആ ടൈം നോക്കി, ഞാൻ പറഞ്ഞ പൂൾ ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും ക്രൗഡഡ് ആണ്. ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ജിം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കിഡിലൻ ജിമ്മാണ്. അപ്പോൾ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും പോയി ലഞ്ച് കഴിക്കുക. അത് തന്നെയാണല്ലോ ഷിപ്പിലെ പരിപാടി. പിന്നെ ഇന്ന് നമ്മൾ ഫുൾ ഡേ സെയിലിംഗ് ആണ്. ലക്ഷദ്വീപിൽ നിന്ന് വിട്ട് ബോംബെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എവിടെയും നിർത്തില്ല. സോ ഇന്ന് ഫുൾ നമ്മൾ കടലിൻ്റെ നടുക്ക് തന്നെയായിരിക്കും. ടുഡേസ് ആറ്റ് സീ എന്ന് പറയുന്ന ഒരു ഐറ്റിനറി പോലെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഒക്കെ ഇനി വേറെ വ്ളോഗിൽ കാണിക്കും. ഇതൊരു ഫുഡ് വ്ളോഗാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും തിരക്ക് വരുന്നത് കുറേ ഗ്രൂപ്പ്സ് എടുത്തിട്ടുണ്ട്, കമ്പനീസ് സ്പോൺസർ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തിരക്ക്. ഇത് ആക്ച്വലി ഈ ഒരു ക്രൂസ് എൻജോയ് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ടൊരു മിക്സഡ് ക്രൗഡാണ് വരുന്നത്. കുറേ പേര് ഈ വെള്ളം അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ചിലവർ ഫാമിലീസായിട്ട് വരുന്നുണ്ട്. ചിലവർ വലിയ ഗ്രൂപ്പ് ഫാമിലീസായിട്ട് വരുന്നുണ്ട്.
കപ്പിൾസ് വരുന്നുണ്ട്. സോ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ഏത് ടൈപ്പ് ഗ്രൂപ്പ് കിട്ടുന്നു, ഏത് ടൈപ്പ് പാസഞ്ചേഴ്സ് നമ്മുടെ കൂടെ ഉള്ളതെന്ന്. അതനുസരിച്ച് നമുക്ക് ക്രൂസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തവണത്തേൽ അത്രയും ഒരു നല്ല ക്രൗഡല്ല. കാരണം ഒരുപാട് നല്ലവരുണ്ടെങ്കിലും ഒരുപാട് പേര് ജസ്റ്റ് ടു ഗെറ്റ് ഡ്രങ്ക് ഭയങ്കര ലൗഡായിട്ട് സിങ് ചെയ്യുന്നതും കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. കാരണം പ്രിയ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ആരൊക്കെയോ വന്ന് ചോദിക്കാതെ വീഡിയോ ഒക്കെ എടുത്തു. സോ നമ്മൾ പൊതുവേ കുറച്ച് ഇത്തവണ വന്ന ക്രൗഡ് ഇസ് നോട്ട് റെക്കമെൻഡഡ് ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് എ ഫാമിലി. സോ അതേ പറഞ്ഞാൽ ഭാഗ്യം പോലെ ഇരിക്കും. ആ ഷിപ്പിൽ വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം ഇങ്ങനെ ചെറുതായിട്ട് അനയിക്കൊണ്ടിരിക്കും. ഭയങ്കരമായിട്ടില്ലെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് കുറച്ച് പാടാണ്. പക്ഷേ ഏറ്റവും തിരക്ക് പറഞ്ഞ സ്ഥലം ഷിപ്പിലെ ജിം തന്നെ. ആ കൂടെ 4 പേര് പ്ലസ് ഞാൻ 5 പേരേ ഉള്ളൂ. എന്തായാലും വർക്കൗട്ട് ഞാൻ മുടക്കാൻ പോകുന്നില്ല. പ്രിയ, ഞാൻ രാവിലെ ജിമ്മിൽ പോയി കേട്ടാ. നന്നായി വർക്കൗട്ട് ചെയ്തു. എന്താ കുളിപ്പിക്കുക, ഡ്രസ്സ് മാറ്റുക, അതല്ലേ? അത് ഞാനും ചെയ്യാറുണ്ട് ഡെയിലി. ഏത് ഗാഡിനെ പോയി വിളിക്കേ. അതെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി പ്രിയ. രാത്രി ഞാൻ പോയില്ലേ, രാത്രി മുകളിലേക്ക് ഞാനും വേദം പോവാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ലേ പോയത്. അത് ഫുഡ് അവിടെ നല്ല കിടിലൻ ഫുഡാണ്. പക്ഷെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്താന്നറിയോ, ഞാൻ ഇത് കാണിക്കാം, വീഡിയോ കാണുമ്പോ മനസ്സിലാക്കും ലാസ്റ്റ്. അല്ല അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താന്നറിയോ, ഞാൻ അവിടെ രാത്രി കിടലം ഫുഡാണ്. പിസ്സ കിട്ടി. പിസ്സയുടെ അകത്തുനിന്ന് മെറ്റലിന്റെ പീസ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ കാണിക്കാത്ത. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് സോറി ബട്ട് വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്, ഞങ്ങൾ CCTV നോക്കണം. അത് പ്രിയക്കൊക്കെ അറിയാം. ഇപ്പൊ എനിക്ക് എത്ര സ്റ്റാർ റൂട്ടിൽ പോകുമ്പോൾ മുടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മാറ്റിയിട്ട് എൻ്റെ ഒന്നും കുറിച്ച് പറയാറില്ല. കാരണം അതൊക്കെ ഹ്യൂമൻ എററാണ്, കുഴപ്പമില്ലാത്തുള്ള രീതിയാണ്. പ്രിയ എന്നോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ദിസ് ഇസ് ഇൻഎക്സ്ക്യൂസിബിൾ. ഇറ്റ് ക്യാൻ ഈവൻ കിൽ us. കാരണം അത്രയും ഡേഞ്ചറസ് ആണ്. മിന്നാന്ന് രാത്രി പോയപ്പോ വേദു പിസ്സ കഴിച്ചതാ. അപ്പൊ ഇന്നലെ വേദു വരാത്തത് ഭാഗ്യം. വേദു കഴിച്ചിരുന്നു. അതെന്തായാലും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. ഞാൻ എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് കാണിക്കാം. ഡാഡിയോട് ഞാൻ പറഞ്ഞില്ലേ പിസ്സയിൽ മെറ്റലിന്റെ കഷ്ണം കിട്ടിയത്. ഭയങ്കര ഡേഞ്ചറസ്. അത് ഇൻഎക്സ്ക്യൂസിബിൾ. അവർക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല അതില്. വേദു കഴിച്ചിരുന്നെങ്കിൽ തൊണ്ടയിൽ ഉടക്കി മരിച്ചു തന്നെയല്ലേ? വയറ്റിനകത്ത് പോയ വയറ് ഓപ്പറേറ്റ് ചെയ്യണം. എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. അത് ശരിക്കും ഇതിന്റെ ആരുടെ വയറ്റിൽ പോയാലും പ്രശ്നം ഉണ്ടാവും. ഏതു വേണ്ട, നമ്മുടെ വയറ്റിൽ പോയാലും നമ്മുടെ റോട്ടിൽ പോയാലും പ്രശ്നമല്ലേ. അവൻ സോറി പറഞ്ഞു. പക്ഷെ വിലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ പോയ വഴിയൊക്കെ ഉള്ള CCTV ക്യാമറയൊക്കെ ചെക്ക് ചെയ്യണമെന്നത് ഞാൻ ഇട്ട പോലെ. അപ്പൊ അങ്ങനെയാകുമ്പോ പിന്നെ ഞാനും അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട, അത് ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ലാസ്റ്റ്. അതുകൊണ്ട് എന്താണെന്ന് അറിയാം, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മീല് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ക്രൂസിൽ വന്നിട്ട് ഐ കാൺ എൻജോയ് ദ ഫുഡ് ബിക്കോസ് എവറി ടൈം ഐ ആം വെറിഡ് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത്. സോ ഇറ്റ്സ് വെരി ബാഡ് ഫ്രം ദ സൈഡ്. ഇറ്റ്സ് ടോട്ടലി ഇൻഎക്സ്ക്യൂസീവ്. അവർക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല അതിനെ കുറിച്ച്. ആൻഡ് അവരുടെ ഫുഡ് സേഫ്റ്റി കൺട്രോളിന്റെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ എന്നാണ് എന്റെ അർത്ഥം. എനിക്ക് കിട്ടിയോണ്ട് ഇപ്പൊ കുറെ പേരെങ്കിലും അറിയൂ. ആരെങ്കിലും അറിയോ? അറിയില്ലാതെ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോ എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഒരു ടെൻഷനാണ്. ചിലപ്പം ഇനി ഒരിക്കലും സംഭവിക്കില്ലായിരിക്കും. അറിയണം അത്. പിന്നെ ഇത് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടേ, അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയെന്ന് അവര് അറിഞ്ഞ അവര് പറയും നിങ്ങളെങ്കിലും പറഞ്ഞിരിക്കണ്ടേ, ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നല്ലോ. അതെ. എനിക്കിപ്പോ മുടിയൊന്നും ഫുഡിൽ കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഇത് ഭയങ്കര എന്റെ ലൈഫിൽ ഫസ്റ്റ്. നമ്മള് ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ്. ആ പിസ്സ പാപ്പ ഇനി തരാൻ ഭയങ്കര പേടി അപ്പയ്ക്ക്. നന്നായി. ഞാൻ അത് അവിടെ ഇരുന്ന് ആലോചിച്ചു. ഞാനും വേദു സാധാരണ രാത്രി അവിടെ പോയിരുന്ന് ലേറ്റ് നൈറ്റ് സ്നാക്ക് ഉണ്ട്. അത് ഇന്ന് നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഈ ബ്ലോഗിന്റെ അവസാനം നിങ്ങൾക്ക് അറിയാം. അവിടെ പിസ്സ, വിങ്സ്, ഭയങ്കര ടേസ്റ്റി ഫുഡാണ് രാത്രി. അപ്പൊ വേദുവിന് അറിയാലോ പിസ്സ. ആ കൂടെ പറയുന്ന ഫുഡ് പിസ്സ എന്നാണ്. പിസ്സ കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും പോകും. പക്ഷെ ഭാഗ്യത്തിന് ഇന്നലെ വേദുവിന് ഉറക്കം വന്നുകൊണ്ട് കൊണ്ടുപോയില്ല. സോ മേ ബി ഹി എസ്കേപ്ഡ്. ഇത് 10th ഫ്ലോറിലെ റെസ്റ്റോറന്റ് ആണ്. ഇവിടെ ഉണ്ട്, 4th ഫ്ലോറിലുണ്ട്. റെസ്റ്റോറന്റ് വൈസ് ബെറ്റർ 4th ഫ്ലോർ അല്ലേ? കാണാൻ ബെറ്റർ ഇതാണ്. പക്ഷെ 10th ഫ്ലോർ നല്ലതാണ്. ഇതൊരു ഫുഡ് കോർട്ട് സെറ്റപ്പ് ആണ്. ആൻഡ് ഇവിടെയാണ് കൂടുതൽ ഐറ്റംസ് എന്ന് അവർ പറയുന്നു. എനിക്കും തോന്നുന്നു അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞാൻ ഫുഡ് ഒന്ന് കാണിച്ചിട്ട് വരാം. അപ്പൊ സൂപ്പ് ഒരു വെജും ഒരു ചിക്കനും ഉണ്ട്. ഡാഡിക്ക് പീസൊന്നും കിട്ടാത്തതുകൊണ്ട് ഡാഡി വെജ് എടുത്തു. വെറും വെള്ളം വന്നല്ലേ? സൂപ്പ് വെള്ളം വന്നു ഡാഡി പറയുന്നു. പിന്നെ 2 ടൈപ്പ് ബൺസ് ഉണ്ട്.
ആൻഡ് സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്രഷ് ആയിട്ട് ഫ്രോസൺ വെജിറ്റബിൾ ആണെങ്കിൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. അതിൻ്റെ കൂടെ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. സ്റ്റീംഡ് റൈസ്, ദാൽ ഫ്രൈ, ഇതെന്തോ മസാല, പിന്നെ ആലു, പാലക് പനീർ ആൻഡ് മിർച്ച് മക്കി മസാല. ഇവിടെ റൈസ്, നൂഡിൽസ്, വെജ് കബാബും പിന്നെ ഒരു സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾ. അപ്പൊ ഇത്രയുള്ള ചൈനീസ് നൂഡിൽസും ഒരു വെജ് കറിയും. അതാണ് വെജിറ്റേറിയൻ നൂഡിൽസ്. അതല്ലാതെ ഇനി നോൺ വെജ് സെക്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ചപ്പാത്തിയും ചിക്കൻ കബാബും ഉണ്ട്, ചിക്കൻ ഫ്രൈ ആക്ച്വലി. ആൻഡ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് അത്രേ ഉള്ളൂ. ഇനി മെയിൻ ആയിട്ടുള്ള നോൺ വെജിന്റെ മെയിൻ കോഴ്സ് ഇത് സ്റ്റീം റൈസ്, വെജ്, മഷ്റൂം വെജ്, ചിക്കൻ തായ് റെഡ് കറി ഉണ്ട്, പിന്നെ ഒരു ഷ്രിംപ് കറി ഉണ്ട്, ആൻഡ് ഫൈനലി ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി ഉണ്ട്. സോ ഇത്രയാണ് സ്പ്രെഡ്. പിന്നെ റിപ്പീറ്റ് പോലെ വരുവാണ്. സോ ഞാൻ പറഞ്ഞില്ല, ഒരു ഇന്റർനാഷണൽ സ്പ്രെഡ് ഒന്നുമില്ല. ശരിക്കും ഇവർക്ക് കുറേയും കൂടെ ബെറ്റർ ആക്കായിരുന്നു. ആൻഡ് ദിസ് ഇസ് ജെയിൻ ഫുഡ്. സോ ജെയിൻസിന് ആക്ച്വലി ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ജെയിൻ ഫുഡ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉഷാറാണ്. ഓക്കെ, കേക്ക്സ്, ഒരു ഡച്ച് ട്രഫിൾ കേക്ക്, ലെമൺ കേക്ക്. ഡാഡിക്ക് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഡെയിലി ഷുഗർ ഫ്രീ ഉണ്ട്. പിന്നെ ഒരു ഓറഞ്ച് മൂസ് ഉണ്ട്. അതല്ലാതെ ഐസ്ക്രീംസ് ഉണ്ട് ആൻഡ് സം ഇന്ത്യൻ ഡിസേർട്ട്സും ഉണ്ട്. ഒരു റവ ബർഫി ആൻഡ് സം ഹൽവ. സൂപ്പ്, ഡാഡി സൂപ്പ് ഇപ്പോഴും വന്നിട്ടില്ല ഇവിടെ. ഇതാണ് പ്രശ്നം, ഭയങ്കര ടൈമാണ് ഓരോ സാധനം റീഫിൽ ചെയ്യാനായിട്ട്. പിന്നെ അവിടെ വരെ പോയി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു സുഖം പോകുന്നുണ്ട്. എന്തായാലും സാലഡ് തന്നെ തുടങ്ങാം. സാലഡ് കുറേ കൂടുതൽ എടുത്തായിരുന്നു, പക്ഷെ ആ സാലഡ് പ്രിയ കഴിച്ചു. നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടെ, കാരണം ഇവിടെ ഡ്രസ്സിങ്സും സാലഡൊക്കെ. നല്ല തിക്ക് മയണീസ് ഡ്രസ്സിങ്, റാൻ സോസ് ആണ്. വെജിറ്റബിളിനൊക്കെ നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ട്. ഫ്രോസൺ വെജിറ്റബിൾസ് ആണെന്നേ പറയില്ല, അടിപൊളി. വെരി നൈസ്. ഇത്ര എനിക്കല്ല, പക്ഷെ എല്ലാവർക്കും കൂടെയാണ്. ഇത് നല്ല ക്രിസ്പി, നല്ല ക്രഞ്ചി ചിക്കൻ നഗറ്റ്സോ ചിക്കൻ ബോൾസോ എന്ത് വേണമെങ്കിലും പറയാം. അത് വെള്ളം ഇതെടുത്ത് ഇതുണ്ട്. അതിൻ്റെ അകത്ത് പച്ചമുളകും അങ്ങനത്തെ കുറെ സ്പൈസസ് ഒക്കെ ഉണ്ട്. വെറും ഒരു ബ്ലാൻഡ് ഫ്രോസൺ ചിക്കൻ നഗറ്റ്സ് പോലെയല്ല. കുറച്ച് കെച്ചപ്പും കുറച്ച് മയണീസും കൂടെ എടുത്തു നോക്കാം. അടിപൊളി. ഞാൻ കുറച്ച് റൈസും തായ് റെഡ് കറി എടുത്തിട്ടുണ്ട്. സ്റ്റീം റൈസ് ആൻഡ് തായ് റെഡ് കറി. ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷെ വെജ് ബിരിയാണി മാത്രമേ ഉള്ളൂ. വെജാണ് കൂടുതൽ പ്രിയ അല്ലേ? പിന്നെ തായ് കറി നോക്കട്ടെ. തായ് റെഡ് കറിക്ക് ശരിക്കും ഒരു ഗ്രീൻ കറിയുടെ ടേസ്റ്റ് ആയിരുന്നു. അത് കോക്കനട്ട് മിൽക്ക് ഇല്ലാതെ, പക്ഷെ കുറച്ചും കൂടെ കുറച്ച് ബ്ലാൻഡ് ആയി തോന്നി. റെഡ് കറി ശരിക്കും നല്ല സ്പൈസിയാണ്. ഇത് അത്ര സ്പൈസി അല്ല, പക്ഷെ ശരിക്കും തായ് ഫ്ലേവർ ഉണ്ട്. ആ ലെമൺ ഗ്രാസിന്റെ ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട്. പ്രോപ്പർ ഒരു തായ് റെഡ് കറി ആണോന്ന് വെച്ചാൽ അല്ല, പക്ഷെ അത്യാവശ്യം ടേസ്റ്റി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റിയാണ്. അപ്പോൾ ടോട്ടൽ 4 നോൺ വെജ് ആണ് ഉള്ളത്. ഈ ഒരു കബാബ്, പിന്നെ ഈ ഒരു ചിക്കൻ കറി, പിന്നെ ഒരു പ്രോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്മീൻ ഷ്രിംപിന്റെ ഒരു കറിയും, പിന്നെ ഈ ചിക്കനും. 4 നോൺ വെജേ ഉള്ളൂ. ഇതൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ നോൺ വെജ് സ്റ്റൈലാണ്, അല്ല സോറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇതൊരു നമ്മുടെ ചിക്കൻ കറി പോലെ, പക്ഷെ അത്ര സ്പൈസി അല്ലാത്ത നമ്മുടെ ഒരു ചിക്കൻ കറി. കുഴപ്പമില്ല, ജസ്റ്റ് കഴിക്കാം. ഷ്രിംപും കൂടെ ചോദിക്കട്ടെ. ഈ ഷ്രിംപ് നമുക്ക് ആക്ച്വലി റൈസിൻ്റെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ആവാനാ സാധ്യത. കുറച്ച് ഷ്രിംപ്. മധുരമുണ്ട്, പക്ഷേ ഷുഗർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കോഴ്സും സ്റ്റാർട്ടേഴ്സും ബാഡ് ആണെന്ന് വെച്ചാൽ അല്ല, എക്സലന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ജസ്റ്റ് അബവ് ആവറേജ്. ആ ഒരു ടേസ്റ്റേ തോന്നുള്ളൂ ക്രൂസിൽ. ജസ്റ്റ് അബവ് ആവറേജ്. നമുക്ക്
സെക്കൻഡ് സെർവിങ് ഇതിൽ ഏതെങ്കിലും ഞാൻ പോയി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടെ ഞാൻ എടുക്കുന്നത് മേ ബി ഈ ഒരു കബാബ് ആയിരിക്കും. ചപ്പാത്തി ഒക്കെ ആക്ച്വലി ഭയങ്കര ഹാർഡാണ്. ചപ്പാത്തി അല്ല, ഇതെന്താ റോട്ടിയാ, ഭയങ്കര നാൻ ഭയങ്കര ഹാർഡാണ്. വേദുവിന് അതുകൊണ്ട് ഇവിടെ ഫുഡ് കുറച്ച് പാടാണ്. ബിരിയാണി ആണെങ്കിലും വേദുവിന് കുറച്ച് ചിക്കൻ എഗ് ഒക്കെ ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. സോ അതും പപ്പടവും ഇല്ല. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാലോ, എൻ്റെ ടൈപ്പ് ഫുഡ് അങ്ങനത്തെ ഒരു ഇവിടെ വരരുത്. കാരണം ഫുഡ് ഈസ് ഹെവൻ ഒന്നുമല്ല ഈ ഒരു പ്ലേസ്. ജസ്റ്റ് കുറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നല്ലാതെ എൻജോയ് ചെയ്ത് അങ്ങനെ കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നില്ല. റിപ്പീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഡിന്നറിന് നോക്കാം എന്താ ഉള്ളത്. ഈവനിങ് സ്നാക്കും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡിസേർട്ട് ചോക്ലേറ്റ് കേക്ക്, ആട്ട അലുവ, ആട്ട വെച്ചുണ്ടാക്കിയ അലുവ ആൻഡ് ഓറഞ്ച് മൂസ്. ഓറഞ്ച് മൂസ് ഇത് മൂന്നും ഷുഗർ ഫ്രീ അല്ല. ഡാഡി ഷുഗർ ഫ്രീ ലെമൺ കേക്ക് മാത്രമേ ഉള്ളൂ. ഇത് എഗ്ലെസ് ആണ്, ഷുഗർ ഫ്രീ അല്ല, എഗ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ചോക്ലേറ്റ് കേക്ക് ഇറ്റ് ലുക്സ് അമേസിങ്, ഇറ്റ് ലുക്സ് സോ ഗുഡ്. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഡെസേർട്ടിനെ കുറിച്ച് മോശം പറയാതിരിക്കുമായിരുന്നു. കാരണം 2 ദിവസത്തെ ഡെസേർട്ട് മോശമായിരുന്നു. കേക്ക് വാസ് ഡ്രൈ, ഇറ്റ് വാസ് നോട്ട് മോയ്സ്റ്റ്. ഒരു വളരെ സാധാരണ പണ്ടത്തെ ഒരു ബേക്കറികളിലൊക്കെ ഈ ക്രീം കേക്ക് 3-4 ദിവസം വെച്ചിട്ട് തരില്ല, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ടുഡേസ് കേക്ക് ഇസ് അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ചോക്ലേറ്റ് ലെയർ, അകത്തൊരു ചെറിയ ക്രീമിന്റെ ലെയർ, വീണ്ടും ഒരു ചോക്ലേറ്റ് ലെയർ. ശരിക്കും ആ ഒരു റിച്ച് ക്രീമി. പിന്നെ എനിക്ക് ചോക്ലേറ്റിനോട് എപ്പോഴും ഒരു ബയസ് ഉണ്ടല്ലോ. ബട്ട് ആസ് എ കേക്ക് ഓൾസോ ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഓറഞ്ച് മൂസ്, മുകളിലൊരു പുളിയൊക്കെ ഉണ്ട്, ഓറഞ്ചിന്റെ ഒരു സിറപ്പ് പോലെ ഇട്ടിട്ട്. അകത്ത് നല്ല ക്രീം, ഓറഞ്ചിന്റെ എസൻസും ക്രീമും ഇട്ട് മിക്സ് ചെയ്ത ഒരു സംഭവം. ദിസ് ഇസ് ഓൾസോ നൈസ്. ഓൾ ദ ഡിസേർട്ട്സ്, ഞാൻ എടുത്ത 3 ഡിസേർട്ട്സ് ആർ നൈസ്. എങ്ങനെയുണ്ട് പ്രിയ ഫുഡ്? ആ, പ്രിയ വേദു എല്ലാരെയും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഫുഡ്? അങ്ങനെ പറ, അത് ശീലമായി പോലെ നൈസ് നൈസ് പറഞ്ഞ ഇല്ല. എക്സാക്ട്ലി അതാ എനിക്ക് തോന്നുന്നത്. ഒരു ഹയാത്ത് ക്രൗൺ പ്ലാസ, അതെ, മീഡിയം. ഈവൻ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് ചെറിയൊരു ഈ സിലോൺ ബേക്ക് ഹൗസ് ഒക്കെ ശരിക്കും ഇന്നെക്കാട്ടി ടേസ്റ്റ് ചെയ്യാറാ അല്ലേ? ഉണ്ട്, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ക്വാളിറ്റി കുറച്ചും കൂടെ, ക്വാളിറ്റി അല്ല എന്താണെന്ന് അറിയില്ല, ഒരു റിപ്പീറ്റ് കിട്ടുന്നില്ല. ഒരു റിപ്പീറ്റ് പോയി എടുക്കാൻ തോന്നില്ല ഒന്നും. അതെ, ഓൾമോസ്റ്റ് സെയിം സംഭവങ്ങളാണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തായാലും ഈവനിങ് നമുക്കൊന്ന് നോക്കാം. International level of food I expected. ചിലപ്പോൾ ഈ ക്രൗഡ് ഇങ്ങനെ വരുന്നോണ്ട് they might not like international food, അതായിരിക്കും. നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ടായിരിക്കും. എന്നാലും കുറച്ചും കൂടെ ഒരു ഇന്റർനാഷണൽ ഫെയർ ഒക്കെ ആവാം. കാരണം ഒരു ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ വരുന്നത്. കംഫർട്ടിൽ ട്രാവൽ ചെയ്യാൻ മാത്രമല്ലല്ലോ. എന്നാലും നമ്മുടെ ഫുഡ് കംഫർട്ട്, കുറച്ച് വെറൈറ്റി സാധനങ്ങളും കൂടെ ആയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയാൽ. ആൻഡ് ഉള്ള സാധനങ്ങളും ഒരു പഞ്ചില്ല, എന്താന്ന് പറയാൻ അറിയില്ല. എന്തായാലും മിസ്സിങ് അതേ പറയാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഇതാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ സമയമുള്ളൂ. 7:30 to 10:30 ബ്രേക്ക്ഫാസ്റ്റ്, 12 to 3:30 ലഞ്ച്, 4:30 to 6 സ്നാക്ക്, 7:30 to 10:30 ഡിന്നർ, 11:30 to 1 o'clock ലേറ്റ് നൈറ്റ് സ്നാക്ക്. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈവനിങ് കോഫിക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സമയം 4:30. വൈകുന്നേരം ഇതാണ് കടലിന്റെ അകത്ത് നിന്നാണ് കോഫി. ഓഷൻ വ്യൂ ശരിക്കും സംഭവമാണ്. ഇന്റീരിയർ റൂമിനെക്കാട്ടി എത്രയോ ബെറ്റർ അല്ല ഈ ഓഷൻ വ്യൂ. സോ നൈസ്. പ്രിയനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കണം. ഏത് ഫുൾ ആക്റ്റീവ് ആണ്. ഐ എം ലവിങ് ദിസ് വ്യൂ. വലിയ വിൻഡോ ആണ് എടുക്കുന്നത്. ചിലടത്ത് ചെറിയ വിൻഡോ കിട്ടും, അത് കിട്ടിയാൽ അപ്പൊ തന്നെ റൂം മാറ്റി തരാൻ പറയാം. അതൊരു ഓഷൻ വ്യൂ ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. നൈസ് നോ വേദു? യെസ് യെസ്. ഈവനിങ് കോഫി ടൈം ഒന്നാണ് കണ്ട. വീണ്ടും നമ്മുടെ ഒരു റഷിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരു കല്യാണ സദ്യയിലേക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര റഷിന്റെ ഇടയ്ക്ക് മാനേജ് ചെയ്യും, ഇടയ്ക്ക് പറ്റില്ല. പക്ഷേ ഇറ്റ്സ് ഓവർ ക്രൗഡഡ്. ഡെഫിനറ്റ്ലി ഷിപ്പ് ഇസ് ഡെഫിനറ്റ്ലി ഓവർ ക്രൗഡഡ്. അതൊരു ഡെഫിനറ്റ്ലി ഒരു വിഷയം തന്നെയാണ്. ഗൈസ് ഇത് കണ്ട ഈവനിങ് സ്നാക്ക്, ഇത് ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ സ്ക്യൂഡ് ഒരു മെനു ആണ്.
ഇതെന്തോ കുക്കുംബർ സാൻഡ്വിച്ച് പോലത്തെ എന്തോ, കുക്കുംബർ അല്ല, ക്യാബേജോ ഓണിയനോ അങ്ങനെ എന്തൊക്കെ സാൻഡ്വിച്ച് ആണ്. പാപ്പടി ചാട്ട്, ബേല്, വെജ് പക്കോട, പിന്നെ എന്തോ ഒരു ബജ്ജി. ഇതെല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പ്ലസ് ഒരു കോസ്റ്റ് കട്ടിങ് ക്ലിയർലി എവിഡന്റ് ആണ്. ഒരു ക്വാളിറ്റി ഉള്ള സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സമൂസ, ചിക്കൻ സമൂസ, സ്പ്രിംഗ് റോൾസ്, നോൺ വെജ് മോമോസ്, അങ്ങനെ ഒരു റിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒന്നും അവർ വെച്ചിട്ടില്ല. സോ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അവർ കോസ്റ്റ് കട്ടിങ്ങും ആണ്. പ്ലസ് എന്ത് കിട്ടിയാലും കഴിച്ചോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഉള്ള ഒരു സെർവിങ് ആണിത്. ഇറ്റ്സ് ലൈക്ക് പിന്നെ കേരള ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു വടയോ എന്തെങ്കിലും വെച്ചുവിടും, അതുമില്ല. ആ വേദു ബിസ്ക്കറ്റ് കഴിക്കുന്ന എല്ലാരും കാണിച്ചു കേട്ടാ. ഗുഡ് ബോയ്. ബിസ്ക്കറ്റ് നമ്മൾ വഴക്കടിച്ചിട്ട് വാങ്ങിയതാണ്, കാരണം വേദുവിന് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈവൻ കുക്കീസും അങ്ങനത്തെ ഒരു സിമ്പിൾ സാധനം ഇല്ല. ഈവനിങ് ഒക്കെ ശരിക്കും കോഫി മാത്രമല്ല, കുറച്ച് ജ്യൂസ്, കുറച്ച് മിൽക്ക് ഷേക്സ് എന്തെങ്കിലുമൊക്കെ ഇത് കാണണേ, ഒന്നുമില്ല. കുട്ടികളുടെ ഫുഡ് ഇല്ല. സോ അതാ പറഞ്ഞ ഫുഡ് സോ ഡിസപ്പോയിന്റിങ് വെൻ യു ലുക്ക് അറ്റ് എ ക്രൂസ്. ഞാൻ പറയട്ടെ, ഇതിന്റെ ഒരു ഓക്കെ ക്രൂസ് എക്സ്പെൻസീവ് ആണ്, അവർക്ക് ക്രൂ ഉണ്ട്, ഷിപ്പ് സെയിലിംഗ് ആണ്, ഷിപ്പ് പോട്ട്, ടാക്സ് അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ നമ്മുടെ പൈസക്ക് വാല്യൂ കിട്ടണം. സോ ആസ് എ വർത്ത് ഫോർ മണി, എസ്പെഷ്യലി ഒരു ഫുഡിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ബാഡ്. ആൻഡ് അതിൻ്റെ കൂടെ തിക്കും തിരക്കിൽ നിൽക്കും ചെയ്യണം. അത് അതിനെ കാട്ടി വേഴ്സ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ജനങ്ങൾ എന്തിന്റെ തിരക്ക്? എനിക്ക് അതാ മനസ്സിലാവുന്നത്. അല്ല അതെന്താണെന്നറിയോ, അത് ഞാൻ ഇവരായിട്ട് സംസാരിച്ചു. ഞാനേ ഇതിന്റെ കുറച്ച് ക്രൂ ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ വരുന്ന ക്രൗഡ് ഓണസ്റ്റ്ലി പറയാണ്, നമ്മുടെ ഇന്ത്യൻസിന് ഇടയിൽ ക്രൂസ് കൾച്ചർ ഇസ് നോട്ട് ദെയർ. അല്ലെങ്കിൽ ഇതൊരു വെസ്റ്റേൺ കൾച്ചറാണ് ക്രൂസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരുപാട് മാനേഴ്സും എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യാനുണ്ട്. നമ്മൾക്ക് വി ആർ നോർമലി നമ്മളൊരു കയോട്ടിക് ബഞ്ച് ഓഫ് പീപ്പിൾ ആണ്. സോ ലൈൻ കട്ട് ചെയ്യുക, നടുക്ക് വെച്ച് കയറുക. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ വിഷയം, ഐ ഫീൽ ഇറ്റ് വെരി ഡിസ്കസ്റ്റിംഗ്. സ്വിമ്മിംഗ് പൂളില് ഡ്രസ് ഇല്ലാതെ കുട്ടികളെ ഇറക്കുന്നു, പിന്നെ വീട്ടിലിടുന്ന ഡ്രസ് ഇട്ട് ഇറക്കുന്നു. അതൊക്കെ ഭയങ്കര റോങ് ആണ്. യൂറോപ്യൻ കൺട്രീസിലൊന്നും അത് ചെയ്യില്ല. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇട്ട് ഇറങ്ങുന്നു. അങ്ങനെയല്ല, അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡ്രസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഈ നമ്മുടെ ഇന്ത്യൻസിന്റെ ബാഡ് ബിഹേവിയർ ഭയങ്കര എവിഡന്റ് ആണ്. ഇതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ ഇന്ത്യൻസ് എല്ലാം ചാടയല്ലേ. പക്ഷെ കാര്യമാണ്, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൈവച്ച് ചിലപ്പം ചില സ്ഥലത്ത് പോയി കഴിക്കും. പക്ഷെ ഒരു സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൗഡിൽ പോകുമ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല. ഒരു മാനേഴ്സും ആ ഒരു വരുന്ന ക്രൗഡിന്റെ ഒക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ട് ഇത്രയും ക്രൗഡും കൂടെ ഉള്ളതുകൊണ്ട് അവര് ഒരു അരമണിക്കൂർ നിന്നാലേ ഫുഡ് കിട്ടുള്ളൂ. സോ എല്ലാം കൂടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ക്രൂ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട് ക്രൗഡ് ഭയങ്കര പ്രശ്നമുണ്ട്. വെള്ളം ഒഴിച്ച് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. ആക്ച്വലി ഇതിന് മുമ്പ് കണ്ട് പഞ്ചാബികൾ 2 പേര് അണ്ടവർ ഇട്ട് ലോബി കൂടെ ഒക്കെ നടക്കുമായിരുന്നു എന്ന്. ഞാൻ ഇവിടുത്തെ ഒരു 2-3 ക്രൂ മെമ്പേഴ്സ് മലയാളീസ് ഉണ്ട്, അവരായിട്ട് സംസാരിച്ചപ്പോൾ പറയാം ഇത്തവണത്തെ വന്ന പാസഞ്ചേഴ്സ് ആർ മച്ച് ബെറ്റർ ഉണ്ട്. പക്ഷെ ഓവറോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ക്രൂസിനുള്ള ഒരു ബിഹേവിയറും എത്തിക്സും എല്ലായിടത്തും റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. പൂളിൽ ഇറങ്ങാനുള്ള റൂൾസ്, ബുഫയുടെ റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യില്ല. ഇപ്പം ഷുഗർ ഒക്കെ പൊട്ടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ കുടിക്കുന്ന അടുത്ത് തന്നെ. അങ്ങനെയല്ല, നമ്മൾ ടേബിളിൽ വന്നിട്ട് നമുക്ക് ടേബിളിന്റെ അടുത്തുള്ള ഡസ്റ്റ്ബിനിൽ ഇടാം. പക്ഷെ അങ്ങനെയല്ല, അവിടെ കലങ്കോലം ആക്കി ഇടുന്നുണ്ട്. സോ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. അതല്ല, ഈ അവരവര് ക്യൂ ആയിട്ട് നിന്ന എല്ലാവർക്കും ഫുഡ് എടുക്കാം. അതെ, ഈ തള്ളി കൂടി ബഹളം വെച്ച് മുന്തി തള്ളി ഫുഡ് എടുക്കേണ്ട ആവശ്യം സമാധാനമായിട്ട് നിർത്തുക. അത് മാത്രമല്ല, ഒച്ചയും ബഹളവും പാട്ടും ഡാൻസും മറ്റുള്ളവർക്ക് സ്വൈരജീവിതം ഇല്ലാത്ത രീതിയിൽ ആക്കിയിരിക്കുക. Would you tremble if I touched your lips? ഇത് നല്ല സ്ഥലം അല്ലേ? വെരി കാം, പീസ്ഫുൾ, സെറീൻ, നല്ല വ്യൂ, നല്ലല്ലേ? പ്രൈവസി ഇവിടെ ഒന്നുമില്ല. അതെ, ഞാൻ വിചാരിച്ചു, എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളവരുടെ സജഷൻ ചിലവർ ഇതിൽ വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരെല്ലാം ഉണ്ടെങ്കിലേ. അപ്പം നമ്മൾ ഭാഗ്യത്തിന് വേറൊരു ഫാമിലിനെ കണ്ടു, കണ്ണൂരിൽ നിന്ന്. വെരി സ്വീറ്റ് ഫാമിലി. അവർ നമ്മളെയൊക്കെ കാട്ടി മച്ച് എക്സ്പീരിയൻസ് ആണ് ക്രൂസിൽ. അവർ ഒരുപാട് ക്രൂസുകളിൽ പോയിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ ഈ പറഞ്ഞ സെയിം ഒപ്പീനിയനാണ്. സോ ഞാൻ ധൈര്യത്തോടെ പറയുകയാണ്, പറഞ്ഞ പോലെ ഫുഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇസ് വെരി ലോ, വെറൈറ്റീസ് ഇസ് ലോ. പക്ഷേ ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഈ ക്രൂസ് ഇസ് വെരി ചീപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ടൈം ഒരു ക്രൂസ് എന്താണെന്ന് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നല്ലാതെ
ഇത്ര എക്സ്പെൻസീവ്, ഇത്രയും പൈസ കൊടുത്ത് ഒരു ഫാമിലി ആയിട്ട് വരാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ചും കൂടെ പൈസ സേവ് ചെയ്ത് ഏതെങ്കിലും നല്ലൊരു ക്രൂസിൽ പോകുന്നതായിരിക്കും ബെറ്റർ. വേറൊരു പ്രശ്നം, ഇവിടുത്തെ പബ്ലിക് ബാത്റൂംസ് എല്ലാ ഫ്ലോറിലും ബാത്റൂംസ് ഉണ്ട്, വെരി ബാഡ്ലി മെയിൻറ്റൈൻ, ഓൾവേസ് അണ്ടർ മെയിൻ്റനൻസ് ആണ്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത ബാത്റൂം ഇസ് വെരി സ്റ്റിങ്കി. സോ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഇത് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് എ 5-star ലക്ഷറി ക്രൂസ് എന്നൊക്കെ പറഞ്ഞാണ് അവർ സെല് ചെയ്യുന്നത്. പക്ഷേ ഈ പബ്ലിക് ബാത്റൂംസ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. സോ അതും ഒരു ബിഗ് മൈനസ് മാർക്കാണ്. പ്രിയ ഇന്നലെ ഒരു ബാത്റൂമിൽ പോയല്ലേ? ഇപ്പൊ ഞാൻ പോയി ആ ചുഴിയുടെ അടുത്ത്, എല്ലാം ഫുള്ള് വെള്ളം താഴോട്ട് പോകുന്നില്ല. ഇന്നലെ ഞാൻ കൈയ്യാണ്ടി പോയത്, അതായത് റെസ്റ്റോറന്റിന്റെ വാഷ് ഏരിയയാണ് ഈ പറയുന്നത്. ശരിയായില്ല അല്ലേ? ഇറ്റ് വാസ് സോ ഡേർട്ടി. എന്നിട്ട് ഞാൻ ആ കൈയും കൊണ്ട് റിസപ്ഷൻ വരെ പോയി നടന്നു വാഷ് ചെയ്യാൻ. അവിടെയും ഇത് തന്നെ സ്ഥിതി. പിന്നെ ഞാൻ റൂമിൽ പോയി. അതേ നടക്കുള്ളൂ. അപ്പൊ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്ത് വേദുവിനെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. വേദു തന്നെ നമ്മുടെ റൂം കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കണ്ടുപിടിക്കും പ്രിയ? ഇല്ല അല്ലേ? എങ്ങനെ അറിയാനാ? വേദു ഓപ്പൺ ചെയ്യണ റൂം. പോ, ഏതാ റൂം? വെറുതെ ഏതാന്ന് അറിയാതിരിക്കാനാണ് ഇങ്ങനെ എല്ലാ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടാ. അപ്പൊ കറക്റ്റാ നമ്മള് പറയല്ലോ. എങ്ങനെ കണ്ടുപിടിച്ചു? ഫോട്ടോ കണ്ടവൻ അതായിരിക്കും ചിലപ്പോ ലാൻഡ്മാർക്ക്. ഡിന്നറും കാണിക്കണം എന്നില്ല. ഐ മീൻ ഫുഡ് കാണിക്കാം, പക്ഷെ സ്പ്രെഡ് കാണിക്കണമെന്നില്ല. കാരണം ഓൾമോസ്റ്റ് മുകളിൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? അതേമാതിരി ഇവിടെ ഐറ്റംസ് കുറവാ താഴത്തെ റെസ്റ്റോറന്റിൽ. കഴിക്കാൻ സൗകര്യം, പക്ഷെ ഐറ്റംസ് കുറവാ. അതൊരു പ്രശ്നം. അവിടെ 4 നോൺ വെജ് ഒക്കെ ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഇതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് ഇരിക്കാനൊക്കെ. രാത്രി എസ്പെഷ്യലി നല്ലൊരു ഭയങ്കര ഒരു ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ് ഒരു ഫീലാണ്. എന്തായാലും ഞാൻ പോയി ഐറ്റംസ് എടുത്തുകൊണ്ട് വരാം. ഞാൻ തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. കാരണം വ്ളോഗ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അവർ ആക്ച്വലി ആൾക്കാർ മിസ്ലീഡ് ചെയ്യാണ്. അവർ പറയുന്നത് താഴെയും മുകളിലും സെയിം മെനു എന്നാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. താഴത്തെ മെനുവിൽ കുറേ ഐറ്റംസ് കുറവാണ്. ഇപ്പോൾ മുകളിലും മട്ടൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, അതൊന്നും ഇവിടെ ഇല്ല. സോ അതും ഒരു മിസ് ഗൈഡൻസ് ആണ്. ഇനി മുകളിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഞാൻ തിരിച്ച് താഴെ വന്നപ്പോൾ സൂപ്പ് ആരാ ഇത്രയും കുടിച്ചത്? എങ്ങനെയുണ്ട്? പ്രിയൻ്റെ വന്ന് കേട്ടാ. ചില്ലി ചിക്കൻ, മട്ടൻ, എന്തോരു ചിക്കൻ ആൻഡ് ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ എനിക്കൊന്ന് ട്രൈ. ഭയങ്കര മുള്ളു. ഇത് ഏതോ ഒരു നമ്മുടെ ഫിഷ് അല്ല കേട്ടാ. ഭയങ്കര ഒരു സ്മെല്ല്, ചാളയുടെ ഒക്കെ സ്മെല്ല്. ഭയങ്കര കയ്പ്പ്. ഹൊറിബിൾ. വേഴ്സ്റ്റ് ഫിഷ് ഐ എവർ ഹാഡ്. വേഴ്സ്റ്റ്. ഭയങ്കര ഫിഷി ടേസ്റ്റ്. ഇത് എനിക്ക് പ്ലേറ്റിൽ തന്നെ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞല്ലേ? സോ ബാഡ് ഗൈസ്, ഐ ഡോണ്ട് നോ. ഭയങ്കര ഒരു നാറ്റം. അബ്സല്യൂട്ട്ലി കഴിക്കാൻ പറ്റാത്തൊരു ഫിഷ്. ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ ഐ ഡോണ്ട് നോ. ഒരു ബ്രേക്ക് എടുക്കട്ടെ, കൈ ഒന്ന് വാഷ് ചെയ്യണം. ഭയങ്കര സ്മെല്ല്. ചാളയുടെ ഒക്കെ ഒരു സ്മെല്ല്. പക്ഷെ ചാള ഇത്രയും നല്ല ടേസ്റ്റ് അല്ലേ? ഇത് ടേസ്റ്റ് ഇല്ല. പ്രിയ, ഇന്നേ ഞാൻ 4 തവണ പല്ലിയേക്കേണ്ടി വരും, അല്ലെങ്കിൽ യു ആൻഡ് വേദു വോണ്ട് കം ക്ലോസ് ടു മീ. വായയില് ഒരു 3-4 7 സീസ് കടിച്ചു പൊട്ടിച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റ് സ്മെല്ലും അത്രയും. മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഇനി ചില്ലി ചിക്കൻ നോക്കട്ടെ. ആദ്യമേ ചിക്കൻ മാത്രം ഇടുന്ന് കഴിച്ചു നോക്കാം. ചില്ലി ചിക്കൻ ജസ്റ്റ് നോർമൽ ഗൈസ്. അതാണ് ജസ്റ്റ് നോർമൽ. ഒരു മോശവും പറയില്ല, പൊക്കി പറയാനൊന്നുമില്ല. ഇത്രയും നമ്മള് ഒരു വലിയ ഫാമിലി ആയിട്ട് സംസാരിച്ചില്ലേ, കണ്ണൂരിന്റെ ഭയങ്കര സ്വീറ്റ് ഫാമിലി, ആ എനർജറ്റിക് ആയ അങ്കിളൊക്കെ 3 ക്രൂസിൽ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. അവർക്ക് ആ കുട്ടിയുടെ ബ്രദറിന് ഞാൻ മീറ്റ് ചെയ്തു. യൂട്യൂബ് ചാനലുണ്ട്, 400K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വലിയ പൊള്ളികളാ, പാവം, എന്ത് ഹമ്പിളാ അവര്. നമ്മള് കാണാറില്ല, പക്ഷെ പെറ്റ് സ്റ്റേഷൻ എന്നാണ് പേര്. ആയിരിക്കും. ഭയങ്കര ഭയങ്കര വലിയ സംഭവം. ഇവിടെ നെറ്റ് ഇല്ലാത്തോണ്ട് നോക്കാൻ പറ്റിയില്ല. നാട്ടിൽ പോയിട്ട് എന്തായാലും നോക്കണം കേട്ടോ. ബിക്കോസ് മലയാളം ചാനലാ. നമ്മള് സംസാരിക്കുമ്പോ അറിഞ്ഞ എന്തൊരു അവർക്ക് അങ്ങനത്തെ ആൾക്കാർ. ഐ മീൻ ജസ്റ്റ് ബ്രദറിനെ കണ്ടപ്പോ പറഞ്ഞതാ ഉണ്ടെന്ന്. ഭയങ്കര ഹമ്പിള്. ഞങ്ങൾ എന്തായാലും കാണുന്നതായിരിക്കും. കാരണം എനിക്കൊരു പെറ്റ് ഉണ്ട്, സിംബ. ഡെഫിനറ്റ്ലി ഞങ്ങൾ പെറ്റ് സ്റ്റേഷൻ കാണുന്നതായിരിക്കും. അടിപൊളി ആൾക്കാർ. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ടത്. ഗുഡ് ബോയ്. ഓപ്പൺ. സമ്മതിക്കണം അല്ലേ? അതെന്താ അറിയോ,
ആ മനസ്സിലായി. നോക്കി വെച്ച് ഇത് തന്നെ തുറന്നു എല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ ഡാഡി. സംഭവല്ലേ അത് അവൻ ഏതോ ഒരു സംഭവം. ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ ആ നോക്കൂ. അതല്ല. ആ മതി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് Bye നൈറ്റ്. പറ. ബൈ ബൈ. See you tomorrow പറ. എനിക്ക് കാണിക്കാൻ ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ ജസ്റ്റ് സീ വാട്ട് ഐ ഗോട്ട് ഫ്രം മൈ പിസ്സ. പ്ലാസ്റ്റിക് വയറാണ്. ഐ ഗോട്ട് എ പ്ലാസ്റ്റിക് വയർ ഫ്രം മൈ പിസ്സ വിച്ച് ഇസ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. ഇതൊക്കെ ശരിക്കും എന്തൊരു ഡേഞ്ചറസ്. ഇപ്പോൾ ഇത് വേദുവിന് കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്താൽ നമ്മൾ അറിയത്ത് പോലും ഇല്ലല്ലോ ചിലപ്പോൾ. ഇതൊക്കെയാണ് പറഞ്ഞത്. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡേർഡ്സ് ആർ വെരി ലോ, വെരി വെരി ലോ. എന്റെ പിസ്സയിന്ന് മെറ്റൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആക്ച്വലി വേദുവിന് എടുത്തായിരുന്നു. സോ ഹൗ ഡെഡ്ലി ആൻഡ് ഡേഞ്ചറസ് ഇറ്റ് ഇസ്. ഇവര് പറയുന്ന സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്. ഹൗ കെൻ ഇറ്റ് ഹാപ്പൻ? നമ്മള് നിങ്ങൾക്കറിയാം ഞാൻ എത്ര ഫുഡ് വ്ളോഗ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന്, എവിടെ നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ചിലടത്ത് ബാഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടില്ലാന്നുള്ളൂ. പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. മെറ്റൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു മെറ്റലാണ്. ആൻഡ് നൗ അവര് CCTV ഒക്കെ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനാണോ ഫുഡിലേക്ക് ഇട്ടേന്നോ അങ്ങനെയുള്ള അവർക്ക് ഒരു ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റാനായിട്ട്. പക്ഷെ ഇറ്റ്സ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. ഇറ്റ്സ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. ഐ ആം ആക്ച്വലി വെരി ഡിസപ്പോയിന്റഡ് ആൻഡ് ഭയങ്കര വിഷമമുണ്ട്. കാരണം മനോല ആ പിസ്സ വേദുവിന് അടുത്താണ്. അതെങ്ങാനും നമ്മളിങ്ങനെ വായില് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടാണ് എന്റെ വായ കടിച്ചുകൊണ്ടാണ് അറിഞ്ഞത്. ഇമാജിൻ വേദുവിന്റെ വായ പോയി അത് മുറിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ. സോ കൊടയിലെ ക്രൂസിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് തന്നെയാണ്, മെറ്റൽ പീസ്. സോ സാഡ്. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് ഇടാറില്ല. പക്ഷെ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇത് എനിക്കല്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇതിൻ്റെ സീരിയസ്നെസ് എത്ര മാത്രം എന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാം. നമ്മുടെ കുട്ടിയുടെ വായിൽ ഇരുമ്പോ അല്ലെങ്കിൽ മെറ്റിൽ പോയി കഴിഞ്ഞാൽ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഈവൻ ലൈഫ് ത്രെറ്റനിങ്. അത് മാത്രമല്ല, ഞാനിവിടെ ക്യാപ്റ്റനോട് എല്ലാവരോടും കംപ്ലൈൻറ്റ് ചെയ്യേണ്ടവരോടൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷേ ഇത് അവർ ചിലപ്പോൾ ഞാൻ പോയോടെ ഇത് ദേ വിൽ ലൈക്ക് സ്വീപ്പ് ഇറ്റ് അണ്ടർ ദ ബ്ലാങ്കറ്റോ കാർപ്പറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. സോ അതല്ല, എല്ലാവരും അറിഞ്ഞിരിക്കണം. ആൻഡ് ഇത് കണ്ടെങ്കിലും ഓബ്വിയസ്ലി ഇവരുടെ മാനേജ്മെൻറ്റ് ഇവരൊന്നും നമ്മുടെ വീഡിയോസും കാണില്ല. പക്ഷേ ഇവിടെ വരുന്നവർ ഓൾവേസ് അറിഞ്ഞിരിക്കണം ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ സേഫ്റ്റി ലാബ്സ് ഉണ്ടായിരുന്നു. ചിലപ്പം ഇത് 1 in a million ആയിരിക്കും, എന്നോട് അത് തീരുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഇത് കാണിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിവ്യൂവിൽ ഒരു കംപ്ലീറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിൽ ഒരു കംപ്ലീറ്റ് ആയിരിക്കില്ല. കാരണം ഇറ്റ്സ് എ എക്സ്പീരിയൻസ് വിച്ച് ഹാപ്പൻ ടു മീ. വളരെ വിഷമത്തോടെയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഐ ഫീൽ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഷോ ദിസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംഭവിച്ചത് അമേരിക്കയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇവരുടെ ഷിപ്പ് അടച്ചു പൂട്ടേണ്ടി വന്നേനെ. കാരണം അത്രയും വലിയൊരു സേഫ്റ്റി ലാബ്സ് ആണ് അവരുടെ സൈഡിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാമല്ലോ.